ഡോക്ടർ ജി ഗോപകുമാർ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇറാൻ കീഴടങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇറാന് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇറാൻ അങ്ങനെ കീഴടങ്ങാൻ സാധ്യത പെട്ടെന്ന് കാണുന്ന ഒരവസരവുമില്ല. കാരണം ഈ ചരിത്രവും ഈ പശ്ചാത്തലവും ഈ സംഘർഷഭൂമിയും ഈ ചുറ്റുപാടുമെല്ലാം വന്നിട്ട് എത്രയോ കാലമായി. അതുകൊണ്ട് തന്നെ ഇറാൻ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പിലാണ് നിന്നതും ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. നമുക്കറിയാം, അവരുടെ കരാറും ഉടമ്പടിയൊക്കെ പ്രകാരം യുദ്ധത്തിനുള്ള സാഹചര്യം ഒഴിവാക്കപ്പെടുമെന്നൊരു പക്ഷേ ഖമേനിയൊക്കെ പ്രതീക്ഷിച്ച് കാണാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഓഫീസിൽ വന്നതും ആ സമയത്ത് തന്നെ വധിക്കപ്പെട്ടതും. അപ്പോൾ ഈ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇറാനിന് തീർച്ചയായിട്ടും ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുന്ന മേഖലയിലൊക്കെ ചെയ്യും. പക്ഷേ അത് വഴി ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ ശത്രുത കൂടി സമ്പാദിക്കുന്നു എന്നുള്ളൊരു സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച സൈപ്രസിൻ്റെ കാര്യം പറഞ്ഞു, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അമേരിക്കയുടെ നാവിക ക്യാമ്പുകളിലേക്കാണ് വിടുന്നെങ്കിൽ പോലും ബലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒമാൻ തീരത്ത് പോലും ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒമാനുമായി സൗഹൃദത്തിലായിരുന്നു ഇറാൻ. അതുമാത്രമല്ല, മധ്യസ്ഥത വഹിക്കുന്നതിന് ഒമാൻ തയ്യാറായിരുന്നു. 2 വട്ടം ജനീവയിൽ ചർച്ച നടന്നു, ഒരു തവണ മസ്കറ്റിൽ ചർച്ച നടന്നു, വിയന്നയിൽ ചർച്ച നടക്കാനിരിക്കെയുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഒമാന് നേരെ പോലും ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണല്ലോ. അതെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു 4 ദിവസം മുമ്പാണ് ഒമാനിലെ മന്ത്രിയൊക്കെ സമാധാനമുണ്ടാകുമെന്നും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജനീവ കരാർ വിജയിക്കുമെന്നും പ്രതീക്ഷിച്ചത്. ആ ഒമാനെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ്, സൗദി അറേബ്യയെ ആക്രമിക്കുകയാണ്, UAE ആക്രമിക്കുകയാണ്, മറ്റ് രാജ്യങ്ങളെല്ലാം ആക്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ആത്മഹത്യാപരമായ നടപടിയാണ് ചെയ്യുന്നത്. ചരിത്ര പശ്ചാത്തലം എന്തൊക്കെയാണെങ്കിലും ഇറാന് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലെത്തി. അമേരിക്ക മറുവശത്ത് ഇസ്രയേലും കൂടി ശ്രമിക്കുന്നത് അവിടെ റെഷീം ചേഞ്ചിനാണ്, ഭരണമാറ്റത്തിനാണ്. ഭരണമാറ്റമുണ്ടായാൽ മാത്രമേ അതിൽ നിന്നും പിൻവാങ്ങാൻ അമേരിക്ക താല്പര്യം കാണിക്കുകയുള്ളൂ. അത് പെട്ടെന്ന് നടക്കാനിടയില്ല എന്നാണ് കിട്ടുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടരും. ഈ മേഖല, ഗൾഫ് മേഖലയിൽ തന്നെ യുദ്ധം നിൽക്കുമോ എന്ന് പോലും നമുക്ക് ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് ചർച്ച കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീ MB ഫവാസ്, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇറാൻ സ്വയം കൃതാനർത്ഥം ചെയ്യുന്നു, ആത്മഹത്യാപരമാണ് ഇറാൻ്റെ ഈ നീക്കങ്ങൾ. ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി സൗഹാർദ്ദത്തിൻ്റെ കൈകൾ നീട്ടുന്നവരെ പോലും ഇറാൻ ഇപ്പോൾ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് ഒമാനിൽ പോലും ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചുവെന്ന്. നെതന്യാഹു എവിടെയെന്നുള്ള ചോദ്യം ലോകത്താകമാനം ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു അവകാശവാദം മാത്രമായിരിക്കില്ലേ? ഇറാൻ അത്ര കണ്ട് ശക്തിയുണ്ടോ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെ നേരിടുവാൻ? കേൾക്കാമോ? കേൾക്കാം ഫവാസ്. ഓക്കെ. അപ്പോൾ അവസാനം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹു ജർമ്മനിയിലേക്ക് കടന്നു, അതല്ല ഇറ്റലിയിലാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ കൂടി സോവർണിറ്റി ബ്രീച്ച് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു നടപടിക്ക് ഈ സമയത്ത് ഇറാൻ മുതിരും എന്ന് കരുതാൻ നിർവാഹമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലുള്ള ഒരു ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ജൂണിൽ നടന്നിട്ടുള്ള 12 ഡേ വാറിന്റെ സമയത്ത് തന്നെ അമേരിക്കയുടെ US ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ആണവ ശക്തി നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു US ഇന്റലിജൻസിന്റെ കഴിഞ്ഞ ജൂണിൽ നടന്ന പാക്ട് പ്രകാരമുള്ള കണക്കുകൂട്ടൽ, അതല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പിന്നെ US എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ക്ലെയിം ചെയ്യുന്നത് ഇറാൻ ഈസ് ജസ്റ്റ് വൺ വീക്ക് അവേ ഫ്രം ദിസ് ബോംബ് ബിൽഡിംഗ് എന്നുള്ളത്. അതായത് ന്യൂക്ലിയർ ബോംബ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് അകലെയാണെന്ന് കഴിഞ്ഞ വീക്ക് പറയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നത്, ഇറാൻ കഴിഞ്ഞ ജൂണിൽ നടന്ന തിരിച്ചടിക്ക് ശേഷം, പ്രത്യേകിച്ചും ഇറാന്റെ വളരെ സീനിയറായ ആണവ ശാസ്ത്രജ്ഞരായ ഒരുപാട് ആളുകൾ, ഇപ്പൊ മുഹ്സിൻ ഫഖ്രിസാദെ അടക്കമുള്ള ഇറാന്റെ ഏറ്റവും ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റുകളെ മുൻപേ അമേരിക്കയും ഇസ്രായേലും ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള സയന്റിസ്റ്റുകളൊക്കെ നിരനിരയായി കൊന്നൊടുക്കിയതിന് ശേഷം ഒരിക്കലും ഇറാന് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല.
അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈവൻ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ശ്രമത്തിനിടെ ഒമാനി വിദേശകാര്യമന്ത്രി ഇതിൽ നെഗോഷിയേഷന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന മിസ്റ്റർ ബദർ ബിൻ ഹമ്മാദ് എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ വാർ അവസാനിപ്പിക്കുന്നതിനാവശ്യമായി പൂർണ്ണമായും നിരായുധീകരണത്തിന് ഇറാൻ സജ്ജമായിരുന്നു എന്നത് മീഡിയേറ്റേഴ്സിനെ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഈ ഒരു സാഹചര്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായും വിരൽ ചൂണ്ടുന്നത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് നടക്കാതെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങില്ല എന്നതുകൂടിയാണ്. അതുമാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പരമോന്നത നേതാവിനെയാണ് US ഇസ്രായേൽ അതിക്രമിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് കണ്ടും വളരെ എക്സിസ്റ്റൻഷ്യൽ ആയ ഒരു ത്രെട്ടിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്സ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലനിൽപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് അല്ലെങ്കിൽ US ബേസസിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്ന സമയത്ത് പോലും തീർച്ചയായും അവരുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇറാൻ പോകുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇറാൻ എടുക്കുന്നത് തന്നെ അറബ് രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എങ്ങനെയും ഒരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ശരി, ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. അദ്ദേഹം ധനേഷ് ബഹ്റൈനിലല്ലേ ഉള്ളത്? അതെ അതെ. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് ഇന്ന് ആദ്യത്തെ ദിവസത്തെ ആ സമാന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിത് ബഹറിലുള്ള മലയാളികളായാലും അല്ലെങ്കിൽ ബഹറിനി കമ്മ്യൂണിറ്റി ആയാലും മറ്റു രാജ്യക്കാരൊക്കെ ആണെങ്കിൽ തന്നെയും അവര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അല്പം പരിഭ്രാന്തി വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് നമ്മൾ ഡൈജസ്റ്റ് ആയിരിക്കുകയാണ് ആളുകൾ. അപ്പൊ അത് പിന്നെ ഗവൺമെന്റ് തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ അവരവരുടെ സ്പേസിൽ ഒതുങ്ങി ജീവിച്ച് മുമ്പോട്ട് പോകണം. ഒരു കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പ്രിക്കോഷൻ എടുത്ത് ശരിക്കും ആ ഒരു ലെവലിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അക്രമങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ്. മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ കൂടി പല സ്ഥലങ്ങളിലും മിസൈൽ പതിക്കുകയും ഈവൻ ബഹറിൽ ഒരു മരണം വരെ, ഏഷ്യൻ പൗരന്റെ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ബഹറിലെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അല്ലേ? അങ്ങനെയില്ല. നമുക്ക് അവശ്യ സാധനങ്ങൾക്കൊക്കെ പുറത്തു പോകാം. ഇപ്പം എമർജൻസി സർവീസുകളുണ്ട്, അത് നമുക്ക് നിർത്തിവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാക്കി പല ജോലികളിലും നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആളുകളുണ്ട്, റോഡിൽ ഇപ്പോഴും ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മുമ്പിലുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു ഈ ആദ്യത്തെ ദിവസം താങ്കൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഒരു ബുദ്ധിമുട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.